നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതേപോലെ UDF-ൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ സീറ്റ് തർക്കങ്ങൾ തുടരുകയാണ്. ഇനി രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയുണ്ട്. 37 സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കാനുണ്ട്. ഈ 37 സ്ഥലങ്ങളിലും തർക്കം തുടരുകയാണ്. കെ സുധാകരൻ, മുൻ KPCC അധ്യക്ഷൻ, ഒരു തരത്തിലും വഴങ്ങുന്നില്ല. അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കാം. അദ്ദേഹത്തെ അണിനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ രമേശ് ചെന്നിത്തല കാര്യമായി നടത്തുന്നുണ്ട്. കണ്ണൂരിൽ സുധാകരന് അനുകൂലമായി പോസ്റ്ററടക്കം പ്രത്യക്ഷപ്പെടുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. അങ്ങനെ കോൺഗ്രസിൽ നമുക്കറിയാം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സമാനമായ പ്രശ്നങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ പിന്നീട് അതൊക്കെ പരിഹരിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കടക്കും. ഒരുപക്ഷെ അത് മണ്ഡലങ്ങളിൽ കാര്യമായി ബാധിക്കും. പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇത് മറന്ന് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെയൊക്കെ ഇനിയും കണ്ടേക്കാം. എങ്കിലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന വലിയൊരു ഹ്യൂജ് ടാസ്ക്കായി നേതാക്കളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മറ്റൊന്ന് ഇറാൻ്റെ പ്രധാനപ്പെട്ട സുരക്ഷാ ഉപദേഷ്ടാവായ അലി ഗജാനി കൊല്ലപ്പെട്ടു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഇസ്രായേൽ. പക്ഷേ ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ടാണ് തങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തുവിടുന്നത്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. തർക്കങ്ങൾക്കിടയിൽ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കോൺഗ്രസ്. അവശേഷിക്കുന്ന 37 സീറ്റുകളിലും പ്രഖ്യാപനം വൈകിട്ടോടെ. MP-മാർക്ക് ഇളവ് നൽകരുതെന്ന നിലപാടിൽ ഉറച്ച പ്രതിപക്ഷ നേതാവ്. സതീശന്റെ നിലപാട് ജയസാധ്യതകളെ ബാധിക്കുമെന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ വഴങ്ങാതെ കെ സുധാകരൻ വൈകിട്ട് മാധ്യമങ്ങളെ കാണും. കണ്ണൂരിൽ സുധാകരൻ അനുകൂല പ്രകടനം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗിലും പ്രതിഷേധം. തിരുവങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ അബ്ദുറഹ്മാൻ രണ്ടത്താണി. പ്രതിഷേധം വെളിവാക്കി ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രതിഫലം പറ്റാതെ പാർട്ടിക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവൻ വികാരം പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമെന്ന പോസ്റ്റിൽ. വിമത ഭീഷണിയിൽ വലഞ്ഞ് CPM. വിമതർക്ക് മറുപടി നൽകാൻ നേരിട്ടിറങ്ങി നേതാക്കൾ. ധർമ്മടം LDF കൺവെൻഷൻ ഇന്ന്. പിണറായി വിജയനും MV ഗോവിന്ദനും ബിനോയ് വിശ്വവും കൺവെൻഷനിൽ. തളിപ്പറമ്പ് മണ്ഡലം കൺവെൻഷനിൽ MV ജയരാജനും EP-യും. കോഴിക്കോട് വാഹനാപകടത്തിൽ 3 മരണം. മരിച്ചത് മെഡിക്കൽ വിദ്യാർത്ഥികൾ. കൊയിലാണ്ടി കുറുവങ്ങാട്ട് സ്കൂട്ടർ ഓടയിലേക്ക് മറിഞ്ഞ അപകടം. പശ്ചിമേഷ്യയിൽ യുദ്ധക്കെടുതി രൂക്ഷം. ബാഗ്ദാദിലെ US എംബസിക്ക് നേരെ ആക്രമണം. ടെൽ അവീവിലെ ഡ്രോൺ ആക്രമണത്തിൽ 2 മരണം. അലി ലാരിജാനിയുടെ കൊലയ്ക്ക് പ്രതികാരമുറപ്പെന്ന് ഇറാൻ. ലക്ഷ്യം കാണാതെ പിന്മാറില്ലെന്ന് ട്രംപ്. കോൺഗ്രസിലെ തർക്കങ്ങൾ തന്നെയാണ് ഇന്നും സജീവമായി ഈ ഒരു വാർത്താ ദിനത്തെ സജീവമാക്കുന്നത്. പ്രത്യേകിച്ചും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വരുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 37ഓളം സീറ്റുകളിൽ ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. മിക്ക സീറ്റുകളിലും ആശയക്കുഴപ്പവും അവ്യക്തതയും തർക്കങ്ങളുമുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. ഈ സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള കഠിന ശ്രമം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. MP-മാർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് പ്രധാനപ്പെട്ട തർക്കങ്ങളിൽ ഒന്ന്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് അത് തടസ്സമാകുന്നുണ്ട്. MP-മാർക്ക് ഇളവ് നൽകരുത് എന്ന നിലപാടിൽ സതീഷ് ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതേസമയം അനിശ്ചിതത്വം തുടർന്നാൽ ജയസാധ്യതകൾക്ക് അത് വെല്ലുവിളിയാകും എന്ന നിലപാട് രമേശ് ചെന്നിത്തല സ്വീകരിക്കുന്ന പശ്ചാത്തലം പ്രധാനമാണ്. സുധാകരൻ ഒരു പക്ഷേ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കാം. അദ്ദേഹം ഡൽഹിയിൽ തുടരുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. TJ സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സജിത്ത്, ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്ന വലിയ ഒരു കടമ്പയിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. അത് മറികടക്കണം, അതിനുള്ള ശ്രമങ്ങളുണ്ട്. സുധാകരനെ അനുനയിപ്പിക്കുക എന്നത് വലിയൊരു ടാസ്ക്കാണ്. രമേശ് ചെന്നിത്തല അതിനുള്ള ശ്രമത്തിലാണ്. പക്ഷെ അപ്പോഴും കാര്യങ്ങൾ സുധാകരൻ അനുകൂലമായി വരുമെന്ന് കരുതാമോ ഈ ഘട്ടത്തിൽ? രഞ്ജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ തന്നെ ഉണ്ടാകുമെന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്നലെ ആദ്യഘട്ട പട്ടിക പുറത്തു വന്നെങ്കിൽ കൂടിയും
ഇത് പൂർണ്ണമായ തർക്ക ഇടങ്ങളെ ഒന്നും പരാമർശിക്കാത്ത തരത്തിലുള്ള ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇന്നലെ നേരത്തെ തന്നെ ആദ്യഘട്ട പട്ടിക പുറത്തു വിടണം എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ തർക്കമില്ലാത്ത ഇടങ്ങളെ മാത്രം പരാമർശിച്ചുകൊണ്ടുള്ള ലിസ്റ്റാണ് പുറത്തു വരിക. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞിട്ട് 3 ദിവസം പിന്നിടാൻ പോവുകയും 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും കോൺഗ്രസിന് പൂർണ്ണ അർത്ഥത്തിൽ ഈ തർക്കപരിഹാരം ഉണ്ടായിട്ടില്ല എന്നതാണ്. തന്ത്രപ്രധാനമായ 37 മണ്ഡലങ്ങളെയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന വിഷയങ്ങൾ ഇതാണ്. ഒന്ന്, എംപിമാർ മത്സരിക്കുമോ ഇല്ലയോ? ഇക്കാര്യത്തിൽ ഇതുവരെയും വ്യക്തത ഉണ്ടായിട്ടില്ല. എംപിമാരുമായി ഹൈക്കമാൻഡ് ഇന്നലെ നടത്തിയ ആശയവിനിമയത്തിൽ എംപിമാർക്ക് സീറ്റ് ഉണ്ടാവില്ല എന്ന സൂചന നൽകിയിട്ടുണ്ട്. എംപിമാർ എന്ന് പറയുന്നത് കെ സുധാകരനും അടൂർ പ്രകാശുമാണ്. ഇവർ രണ്ടുപേരുമാണ് ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ഈ തീരുമാനം ഇന്നാണ് അവർക്ക് പ്രഖ്യാപിക്കാനിരിക്കുന്നത്. നിലവിലെ ധാരണ പ്രകാരം എംപിമാർക്ക് സീറ്റില്ല. പക്ഷേ അവസാന നിമിഷം ഇനിയും നാടകീയ നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തും സംഭവിക്കാമെന്നതാണ് സാഹചര്യം. അപ്പോൾ എംപിമാർ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ആവുന്നില്ല. മറ്റൊന്ന് തർക്കമണ്ഡലങ്ങളാണ്. നോക്കൂ, തിരുവനന്തപുരം 14 നിയമസഭാ മണ്ഡലമുള്ള ജില്ലയാണ്. അതിൽ 12 ഇടത്തും മത്സരിക്കുന്നത് കോൺഗ്രസ് നേരിട്ടാണ്. ഈ 12 ഇടത്തെ 3 ഇടത്ത് മാത്രമാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തെക്കൻ കേരളത്തിലെ തന്ത്രപ്രധാനമായ ഇടത്ത് പോലും ഇങ്ങനെ തർക്കം തുടരുകയാണ്. VS ശിവകുമാറിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളുണ്ട്. അങ്ങനെ ജില്ലയിൽ വലിയ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. പത്തനംതിട്ടയിലേക്ക് ചെല്ലുമ്പോഴും തർക്ക വിഷയങ്ങൾ തന്നെയാണ് നിൽക്കുന്നത്. പത്തനംതിട്ടയും പരാമർശിക്കാതുള്ള ലിസ്റ്റ് പ്രഖ്യാപനമാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ആറന്മുള പോലെ, കോന്നി പോലെയുള്ള തർക്കയിടങ്ങളിലൊന്നും പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഇത് വലിയ പ്രതിസന്ധിയാണ്. ഏറെക്കുറെ പൂർണ്ണമായ പ്രഖ്യാപനം കോൺഗ്രസ് നടത്തിയത് കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ്. മറ്റിടങ്ങളിലെല്ലാം ഇപ്പോഴും തർക്കം തുടരുന്നു എന്നതാണ് സാഹചര്യം. അത് വലിയ വെല്ലുവിളിയാണ്. എറണാകുളം ജില്ലയിലേക്ക് ചെല്ലുമ്പോൾ പ്രതിസന്ധി ഒന്നുകൂടി രൂക്ഷമാണ്. അവിടുത്തെ പെരുമ്പാവൂർ, കൊച്ചി, തൃപ്പൂണിത്തറ പോലെ തർക്ക ഇടങ്ങളിലെ ഒന്നും പരാമർശിക്കാതെയുള്ള പ്രഖ്യാപനമാണ് ഇന്നലെ നടത്തിയിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. ഇന്നലത്തെ പുറത്തു വന്ന ലിസ്റ്റിൽ ആകെ ഒരു തർക്കയിടങ്ങളെ പരാമർശിച്ചുകൊണ്ട് കോൺഗ്രസ് തീരുമാനമെടുത്തു എന്ന് പറയാൻ കഴിയുന്നത് ചിറയൻകീഴിലാണ്. അവിടെ തർക്കമുണ്ട് ഉള്ള ഇടങ്ങളിലും അവിടെ പക്ഷേ രമ്യ ഹരിദാസിനെ തന്നെ പ്രഖ്യാപിച്ചു എന്നതാണ് ഇന്നലത്തെ സാഹചര്യം. അപ്പോൾ ഇന്നത്തെ ദിവസം നിർണായകമാണ്. ഒപ്പം തന്നെ കെ സുധാകരൻ എന്ന് മാധ്യമങ്ങളെ കാണുന്നതുമുണ്ട്. പേരാവൂരിൽ സണ്ണി ജോസഫിന് അടക്കം വെല്ലുവിളി ഉണ്ടാകുന്ന സാഹചര്യം സുധാകരൻ അനുകൂലിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നിർണായകമാണ്. കോൺഗ്രസിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ തുടർ ചലനങ്ങൾ വലിയ തരത്തിലുള്ള ആഘാതം ഉണ്ടാക്കാതിരിക്കാനുള്ള ജാഗ്രത കാട്ടലായിരിക്കും കോൺഗ്രസ് നീക്കം. മറ്റൊരു പ്രധാന കാര്യം, ഈ കോൺഗ്രസിലെ തർക്കങ്ങൾ എത്തിച്ചിരിക്കുന്ന ഒരു വഴി കൂടി ഉണ്ടല്ലോ സജിത്ത്. കാരണം രമേശ് ചെന്നിത്തല VD സതീശനാണ് യാത്രയക്കം അടക്കം നയിച്ച് കോൺഗ്രസിന് ഇതിനു മുൻപുള്ള വിജയങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച ഒരാൾ. സതീശൻ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാൽ മുൻനിരയിലേക്ക് വന്ന ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നു. സതീശനാണ് ഇപ്പോൾ നിർബന്ധം പിടിക്കുന്നത് എംപിമാർ മത്സരിക്കരുത് എന്നുള്ളത്. രമേശ് ചെന്നിത്തലയാകട്ടെ മറ്റൊരു നിലപാടിലേക്ക് പോകുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട നേതാക്കൾ തമ്മിലുള്ള ഭിന്നത കൂടി ഈ തർക്കങ്ങൾക്കിടയിൽ വലുതാകുന്നു. അത് സ്ഥാനാർത്ഥി നിർണയത്തെ ബാധിക്കുന്നു. കോൺഗ്രസിന്റെ സാധ്യതകളെ പോലും ബാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു ഘട്ടമുണ്ട്. അതിനെ ഹൈക്കമാൻഡ് എങ്ങനെയാണ് കാണുന്നത്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ ഇനി നേതാക്കൾക്കിടയിലെ തർക്കം മൂർച്ഛിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിസന്ധി വളർന്നു പോകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് നേതാക്കൾക്കിടയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ പോലും പൊതുവിൽ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വരും. സംസ്ഥാനത്തെ VD സതീശൻ അടക്കമുള്ള നേതാക്കളാണ് എംപിമാർ മത്സരിക്കേണ്ടതില്ല, അത് തെരഞ്ഞെടുപ്പിൻ്റെ പൊതു സാധ്യതകളെ ബാധിക്കുമെന്ന അവസ്ഥ നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എംപിമാർക്കടക്കം ഇവർക്കോട് എതിർ നിലപാടുണ്ട്. സണ്ണി ജോസഫിനോടും VD സതീശനോടും കടുത്ത എതിർ നിലപാടുകളാണ് അവർക്കുള്ളത്. ഈ കെ സുധാകരന് സീറ്റ് നൽകിയില്ലെങ്കിൽ പേരാവൂരിലെ സണ്ണി ജോസഫിൻ്റെ സാധ്യതകളെ വലിയ രീതിയിൽ അത് ബാധിക്കുമെന്ന വിഷയം കൂടി ഉണ്ടാകുന്നുണ്ട്. ഇന്ന് സുധാകരൻ നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനം ആ അർത്ഥത്തിലും പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ്. CK ജാനു UDFിൻ്റെ പുതിയതായി കടന്നു വന്ന ഘടകകക്ഷിയാണ് CK ജാനുവിൻ്റെ പാർട്ടി. പക്ഷേ CK ജാനുവിന് മാനന്തവാടിയിൽ സീറ്റ് കൊടുത്തിട്ടില്ല. CK ജാനുവിന് ഉറപ്പ് കൊടുത്തതാണ് സീറ്റ് കൊടുക്കുമെന്ന ആവശ്യം. ഒന്നിലധികം സീറ്റുകളാണ് CK ജാനു ആവശ്യപ്പെട്ടത്. അപ്പോൾ പുതിയതായി CK ജാനുവിനെ പോലെയുള്ള ഒരു വ്യക്തിയെ മുന്നണിയിലേക്ക് കൊണ്ടുവന്നത് നേട്ടമായി അവകാശപ്പെടുന്ന UDFിന് എന്തുകൊണ്ട് അവർക്ക് സീറ്റ് പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യമുണ്ടാവുന്നുണ്ട്. മറ്റൊന്ന് സണ്ണി M കബിക്കാടാണ്. വൈക്കത്ത് അദ്ദേഹവുമായി UDF ചർച്ച നടത്തിയതാണ്. VD സതീശൻ സീറ്റ് നൽകുമെന്ന ഉറപ്പ് സണ്ണി M കബിക്കാടിന് നൽകുകയും അത് വലിയ വാർത്തകൾ വരികയും ചെയ്തതാണ്. ഇതാ ഇപ്പോൾ സീറ്റ് നിഷേധിക്കപ്പെടുന്നു. അവിടെ പ്രഖ്യാപിച്ചത് മറ്റൊരാളെയാണ്. സ്വാഭാവികമായും അത് വലിയ പ്രതിഷേധം ആ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സണ്ണി കബിക്കാട് തന്നെ VD സതീശൻ്റെ ഉറപ്പ് കോൺഗ്രസ് നേതൃത്വം അട്ടിമറിച്ചു എന്ന ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തരത്തിലേക്ക് ആ വിവാദങ്ങൾ മാറുകയാണ്. അപ്പോൾ ആദ്യ ആലോചനകൾക്കൊപ്പം പ്രഖ്യാപനം വരുമ്പോൾ അതിനോട് നീതി പുലർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്തെ നേതാക്കൾക്കിടയിലെ ഒരു ഭിന്നത വളർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കുകയായിരിക്കും ഇനിയുള്ള നേതൃത്വത്തിൻ്റെ ചുമതല. അതിൽ ഹൈക്കമാൻഡിൻ്റെ നിലപാട് നിർണായകമാണ്.
തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വന്നേക്കാം. അതേസമയം ഇന്നലെ പ്രഖ്യാപിച്ച ആദ്യഘട്ട പട്ടികയിലെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ടുണ്ട്. അവർ കാര്യമായി തന്നെ രംഗത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് വിവരങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളുമായുള്ള വിവരങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഉണ്ടായേക്കാം. സുധാകരനെ അടക്കം അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി ഡൽഹിയിൽ തുടരുന്നുണ്ട്. നേതാക്കൾക്കിടയിലെ ഭിന്നതയും കോൺഗ്രസിന് വലിയൊരു ബാധ്യതയായി മാറിയിട്ടുണ്ട്. അതും പരിഹരിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊന്ന്, സീറ്റിനായി കെ സുധാകരൻ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിൽ കണ്ണൂരിൽ പരസ്യമായി സുധാകരനെ അനുകൂലിക്കുന്നവർ തെരുവിലിറങ്ങി. സുധാകരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പന്തം കൊളുത്തി പ്രകടനം നടന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ദൃശ്യങ്ങളിലേക്ക് വരാം. സുമേഷ് മോറാഴ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സുമേഷ്, സുധാകരന് വേണ്ടി പോസ്റ്ററുകൾ പതിക്കുന്നു, അണികൾ തെരുവിലിറങ്ങുന്നു. കണ്ണൂരിലെ മറ്റു മണ്ഡലങ്ങളിലെ സാധ്യതകളുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ നേതാക്കൾക്കിടയിലുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. എന്താണ് ഇന്നലെ അടക്കം കണ്ണൂരിൽ സുധാകരന്റെ തട്ടകത്ത് സംഭവിക്കുന്നത്? രഞ്ജിത്ത്, കണ്ണൂരിൽ കെ സുധാകരൻ അപ്രസക്തമാകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ ഏകദേശം 12 മണിയോടുകൂടി ഈ സുധാകരൻ അനുകൂലികളുടെ പന്തം കൊളുത്തി പ്രകടനം നടന്നത്. അതായത് സുധാകരന് കണ്ണൂരിൽ സീറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ധാരണയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെയും മിഞ്ഞാന്നുമായി ഈ സുധാകരൻ അനുകൂലികൾ ഈ സീറ്റിന് വേണ്ടിയുള്ള കടുംപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇന്നലെ രാത്രി 12 മണിയോടുകൂടി DCC പരിസരത്ത് നിന്ന് ഏകദേശം 20ഓളം പേർ അടങ്ങുന്ന സംഘം ഇതുപോലെ സുധാകരന് വേണ്ടി ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. നമ്മുടെ ഓമന നേതാവാണ് കെ സുധാകരൻ, അങ്ങേക്ക് 1000 അഭിവാദ്യങ്ങൾ തുടങ്ങിയ മുദ്രാവാക്യമാണ് വിളിച്ചത്. അങ്ങ് ഭരിക്കുന്ന കോൺഗ്രസ് ആണ് കണ്ണൂരിലെ കോൺഗ്രസ്. നേതാക്കൾ പലതുണ്ട് ഇവിടെ, അതിലും ഏറ്റവും വലുതാണ് സുധാകരൻ. അതുകൊണ്ട് സുധാകരൻ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് ഇവിടെ ഇല്ല എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് 20 പേരടങ്ങുന്ന സംഘം ഇന്നലെ ഈ സുധാകരന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഫ്ലക്സ് ബോർഡുകൾ ഈ DCC ഓഫീസിന്റെ പരിസരത്തും അതുപോലെ തന്നെ ഈ പേരാവിലും ഇതുപോലെ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ കെ സുധാകരൻ എത്തുന്നു എന്നുള്ളതാണ്. അതായത് കേസാണ് ഞങ്ങളുടെ വികാരം, അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിനെ ഇറക്കാൻ KS അല്ലാതെ മറ്റാരും ഇവിടെ ഇല്ല എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളാണ് കണ്ണൂരിന്റെ പല ഭാഗത്തും ഇതുപോലെ ഉയർന്നു. ഏതായാലും ഇന്ന് നടക്കുന്ന കെ സുധാകരന്റെ പത്രസമ്മേളനത്തിന് ശേഷവും കെ സുധാകരൻ അനുകൂലികൾ ഇതുപോലുള്ള പ്രകടനം നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് കണ്ണൂരിലെ സാഹചര്യം. ഏതായാലും സുധാകരൻ ഒരുപക്ഷെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കാം എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളെ കാണാതിരിക്കാൻ സുധാകരനെ നിർബന്ധിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ അപ്പോഴും വലിയ സമ്മർദ്ദം സുധാകരൻ്റെ ഭാഗത്തു നിന്ന് സീറ്റിനായി ഉണ്ട് എന്നുള്ളതാണ്. സുധാകരൻ അറിയാം തൻ്റെ ലാസ്റ്റ് ചാൻസാണ് ഇത്. ഭരണത്തിൽ വന്നാൽ ഭരണത്തിൻ്റെ പ്രധാന പൊസിഷനിൽ ഇരിക്കേണ്ട ഒരു നേതാവ് കൂടിയാണ് സുധാകരൻ, സംശയമില്ല. അതടക്കമുള്ള സാധ്യതകൾ അദ്ദേഹം തേടും. ഒപ്പം അടൂർ പ്രകാശും മത്സരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരം കൂടിയുണ്ട്. ഇനി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കണ്ണൂരിലടക്കം വലിയ പ്രകടനം നടക്കുന്നു. പക്ഷേ അടൂരിൽ കോന്നിയിൽ പ്രകടനത്തിലേക്ക് പോയിട്ടില്ല എങ്കിൽ പോലും അടൂർ പ്രകാശിൻ്റെ അണികൾ അസംതൃപ്തരാണ് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകണം. അതും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. കണ്ണൂരിൽ സുധാകരൻ അനുകൂലികളുടെ പ്രകടനം, ഇന്നലെ രാത്രി നടന്ന പ്രകടനം എന്ന് കണ്ടു. സുധാകരൻ അനുകൂലികൾ നടത്തിയ പ്രകടനമാണ് പന്തം കൊളുത്തി പ്രകടനം. ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിക്ക് ശേഷമായിരുന്നു ഈ പ്രകടനം. സുധാകരന് സീറ്റ് നൽകണമെന്ന ആവശ്യമാണ് അണികൾ ഉന്നയിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ സാധ്യതകളെ ബാധിക്കും വിധം സുധാകരൻ അനുകൂലികളുടെ വികാരം അത് പടരുകയാണ് എന്ന സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് 3 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായത്.
അരുവിക്കരയിലും നേമത്തും പാറശാലയിലും നെയ്യാറ്റിൻകരയിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. അരുവിക്കര വേണമെന്ന നിലപാടിൽ VS ശിവകുമാർ ഉറച്ചു നിൽക്കുന്നതാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. പാറശാലയിലും നെയ്യാറ്റിൻകരയിലും താൻ നിർദ്ദേശിച്ച പേരുകൾ പരിഗണിക്കണമെന്ന നിലപാടിലാണ് ശശി തരൂർ MP. നേമത്ത് ബലിയാടാൻ ഇല്ലെന്ന് മുതിർന്ന നേതാക്കൾ പറയുന്നുണ്ട്. മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിൽ നേതൃത്വത്തിന് തലവേദനയാകുന്നുണ്ട്. സാരംഗ് വിവരങ്ങൾ പങ്കുവെക്കും. സാരംഗ്, പതിവില്ലാത്ത വിധം പ്രശ്നമാണ് തിരുവനന്തപുരത്ത്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ, അതായത് തിരുവനന്തപുരം സെൻട്രൽ വിട്ടുകൊടുത്തപ്പോഴേക്ക് കോൺഗ്രസിൻ്റെ ആ സീറ്റുകളുടെ ഒരു ഘടന തന്നെ, ആ ഒരു ഐക്യം, ഒരു ഇക്വേഷൻ തന്നെ മാറിയ പശ്ചാത്തലമാണ്. അരുവിക്കരയിലും നേമത്തും പാറശാലയിലും നെയ്യാറ്റിൻകരയിലും ഒക്കെ തർക്കം തുടരുന്ന പശ്ചാത്തലമുണ്ട്. ഇത് ഏതെങ്കിലും തലത്തിൽ ഗൗരവമായ സാഹചര്യത്തിലെ കോൺഗ്രസിലെ നയിക്കുമോ എന്ന ഒരു ഒരു സംശയം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. തീർച്ചയായും രഞ്ജിത്ത്, കാരണം സംസ്ഥാനത്തുടനീളം നിലനിൽക്കുന്ന ഈ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഒരു അരക്ഷിതാവസ്ഥയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും കാണാൻ കഴിയുന്നത്. 3 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപനം നടന്നതെങ്കിൽ പോലും മറ്റുള്ള സീറ്റുകൾ, അതായത് പ്രധാനപ്പെട്ട പല സീറ്റുകളിലും പ്രഖ്യാപനം വന്നിട്ടില്ല. അതുതന്നെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും ഒപ്പം അണികൾക്കിടയിലും, കാരണം 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ഇലക്ഷൻ പ്രഖ്യാപനം കഴിഞ്ഞിട്ട്. CPM-ന്റെ അടക്കം ഈ ഒരു പ്രചരണത്തിലേക്ക് അടക്കം കടന്നിരിക്കുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളും സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്ത് ഈ ഒരു പ്രചാരണത്തിലേക്ക് അടക്കം കടക്കാൻ പറ്റാത്ത രീതിയിൽ അണികൾ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലെ അടക്കമുള്ള പാളിച്ചകൾ വലിയ രീതിയിൽ ഇതിനെ ബാധിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിലടക്കം ബാധിക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വട്ടിയൂർക്കാവിൽ മാത്രമാണ് ഇപ്പോൾ കൃത്യമായി മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിലടക്കമുള്ള കൃത്യമായ കാര്യങ്ങൾ ഏത് രീതിയിലാണ് ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ പ്രഖ്യാപനം വരിക, അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സുധാകരനടക്കം വലിയ വെല്ലുവിളി നിലനിർത്തുന്നതുകൊണ്ട് തന്നെ അത് തിരുവനന്തപുരത്തെയും പ്രഖ്യാപനങ്ങളെ ബാധിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. എന്തു തന്നെയായാലും ഇന്നത്തോടു കൂടി ഇതിലൊരു ധാരണയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, അതായത് ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെയുള്ള പിടിവലി, സീറ്റുകൾക്കായുള്ള പിടിവലിയും ഒപ്പം ഈ ഒരു ബലിയാടാകാൻ കഴിയാത്ത രീതിയിലുള്ള നേതാക്കന്മാരുടെ ഒരു പിടിവാശിയുമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഈ ഒരു ചിത്രം തെളിയാൻ വൈകുന്നത്. മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ, അതായത് ഒരു 8 സീറ്റുകളായിരിക്കണം കോൺഗ്രസ് ലക്ഷ്യം വെക്കുക. കാരണം ഇതിനു മുൻപ് 8 സീറ്റുകൾ സ്ട്രൈക്ക് റേറ്റ് പാലിച്ചുകൊണ്ടായിരുന്നു വിജയത്തിലേക്ക് അടക്കം എത്താനുള്ള ഒരു ഫോർമുല അവർ തയ്യാറാക്കിയിരുന്നത്. അതിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അത് മൊത്തമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് അടക്കം എത്താൻ കഴിയാത്ത രീതിയിലേക്ക് എത്തും. നിലവിൽ തന്നെ ഇത്രയും വൈകിയുള്ള സ്ഥാനാർത്ഥി നിർണയമടക്കം വലിയ രീതിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജനങ്ങൾക്കിടയിലും അതായത് പ്രചരണത്തിനിറങ്ങുമ്പോൾ അടക്കം അത് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ തന്നെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്താനായിരിക്കും ഇനി കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുക. മറ്റൊന്ന് സാരംഗ്, ഈ പ്രശ്നം എന്ന് പറയുന്നത് VS ശിവകുമാറിന്റെ ഒരു എതിർപ്പാണ്. അദ്ദേഹത്തിന് അരുവിക്കര വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ശബരിനാഥിന് എവിടെ സീറ്റ് കൊടുക്കുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. തരൂരിൻ്റെ നോമിനികളെ പരിഗണിക്കണം. നേമത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി നിർത്തണം. അല്ലെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ മുരളീധരൻ മത്സരിച്ചത് കൊണ്ടാണ് BJPക്ക് നിയമം നഷ്ടപ്പെട്ടത് എന്നൊരു വ്യാഖ്യാനമൊക്കെ ഉണ്ടായിരുന്നുവല്ലോ. അവിടെ അത്രത്തോളം അല്ലെങ്കിൽ പോലും ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥി നിർത്തേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ അത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനം വരണം. നേതാക്കളുടെ അസംതൃപ്തി പരിഹരിക്കണം. അല്ലെങ്കിൽ പല നേതാക്കളും പാർട്ടി വിട്ട് മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറാൻ പോലും മടിക്കില്ല എന്ന പ്രചരണവും നടക്കുന്നുണ്ട്. തീർച്ചയായും, കാരണം ഇതൊരു നേതൃത്വത്തിന്റെ ഒരു പാളിച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ നേതാക്കളും അടക്കം, അതായത് അണികളടക്കം മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും വൈകിട്ടും ഈ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇത്രയും വൈകിട്ടും ഇതിലൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല. ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ടീം UDF ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുമെന്ന അടക്കമായിരുന്നു VD സതീശനടക്കം പ്രതികരിച്ചത്. പക്ഷേ ആ ഒരു ഒറ്റക്കെട്ടായ തീരുമാനം ഇനിയും എടുക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല നേതാക്കന്മാരെ അനുനയിപ്പിക്കുക. കാരണം ഇത്തരത്തിലുള്ള, അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ വിശദമായ രീതിയിലുള്ള പ്രഖ്യാപനം വന്നാൽ മാത്രമേ അതിനനുസരിച്ച് BJPയുടെ അടക്കം പ്രഖ്യാപനം ഉണ്ടാകൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തുറന്ന ഒരു യുദ്ധത്തിലേക്ക് ഈ ഒരു ഇലക്ഷന്റെ ഒരു പിക്ചർ തെളിയണമെങ്കിൽ അത് കോൺഗ്രസിന്റെ കൂടി വ്യക്തമായ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതിൽ അടിയുറച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കും കൂടി വളരെ അത്യാവശ്യമാണ്. കാരണം ഇതിൽ നേരിട്ട് മത്സരിക്കാൻ താല്പര്യമുള്ളവരും ഒപ്പം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് മത്സരിപ്പിക്കാൻ വേണ്ടിയും പിടിവലികൾ അന്തർധാരയിൽ സജീവമായി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കൃത്യമായ രീതിയിൽ നേതൃത്വത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനിയും ഈ ഒരു കാൻഡിഡേറ്റ് പ്രഖ്യാപനം അത് നീളാനും സാധ്യതയുണ്ട്. കാരണം ശക്തരായ നേതാക്കന്മാരാണ് ഇവിടെ തിരുവനന്തപുരത്തുള്ളത്. പ്രമുഖർ മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ പോലും അവർ നിർദ്ദേശിക്കുന്ന പേരുകൾ വന്നില്ല എങ്കിൽ അത്
ഈ ഒരു ഇലക്ഷനെയും ഒപ്പം തന്നെ പ്രചരണത്തെയും വരും ദിവസങ്ങളിലെ മറ്റ് പല പ്രവർത്തികളെയും അടക്കം ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു അനുനയത്തിന്റെ രീതിയായിരിക്കും ഇനി മുന്നോട്ട് കാര്യങ്ങൾ പോവുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ജനങ്ങൾക്ക് മുൻപിൽ കോൺഗ്രസിന്റെ ഒരു ചിത്രം വളരെ ദയനീയമാണ്. കാരണം ഇത്രയും വൈകിട്ടും പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസിനുള്ളിലെ ഒരു സീറ്റ് തർക്കമടക്കം വലിയ രീതിയിൽ ജനമധ്യത്തിൽ ചർച്ചയായിട്ടുണ്ട്. അത് ഇനി CPM അടക്കം ഏറ്റെടുക്കാൻ പോകുന്നു. കാരണം പ്രചരണത്തിൽ അത് കൃത്യമായി അവർ ഉപയോഗിക്കുകയും ചെയ്യുമെന്ന കാര്യം തീർച്ചയാണ്. മാത്രമല്ല ഈ ഒരു കോൺഗ്രസിനെതിരെയുള്ള BJPയും ഇത് കൃത്യമായി ഉപയോഗിക്കും. തിരുവനന്തപുരം പോലെയുള്ള നിർണായകമായ ഒരു ജില്ലയിൽ അവിടെയുള്ള നിർണായകമായ മണ്ഡലങ്ങളിൽ കൃത്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് അത് നേതൃത്വത്തെ വലിയ രീതിയിൽ കുഴക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ശശി തരൂരിന്റെ അടക്കം നിർദ്ദേശങ്ങൾ എത്രത്തോളം പാലിക്കപ്പെടും, അല്ലെങ്കിൽ അതിൽ എങ്ങനെ പാർട്ടി ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയും എന്ന അടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെയാലും ഒരു വിജയ ഫോർമുലയിലേക്ക് എത്താൻ കഴിയുമോ എന്ന കാര്യം സംശയമാണെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് പരമാവധി നേതാക്കന്മാരെ അനുനയിപ്പിച്ചുകൊണ്ട് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാനായിരിക്കും ഇനി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടാവുക. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. തിരുവനന്തപുരം പാർട്ടിക്ക് ഏറെ സ്വാധീനമുള്ള സംഘടനാ സംവിധാനമുള്ള പാർട്ടി ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന നിരവധി മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരത്ത് തർക്കങ്ങൾ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില സീറ്റുകളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഒപ്പം കൊച്ചിയിലേക്ക് നമുക്ക് ഒന്ന് പോകണം, എറണാകുളം ജില്ലയിലേക്ക് ഒന്ന് പോകണം. അവിടെ പെരുമ്പാവൂർ കൊച്ചി സീറ്റുകളെ ചൊല്ലിയാണ് കോൺഗ്രസിൽ തർക്കം തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ കൊച്ചിയിൽ മത്സരിപ്പിക്കണമെന്ന നിലപാടിൽ VD സതീശൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. ദീപ്തി മേരി വർഗീസിനായി KC വേണുഗോപാൽ രംഗത്തുണ്ട്. പെരുമ്പാവൂരിൽ വീണ്ടും മത്സരിക്കാൻ സമ്മർദ്ദം ശക്തമാക്കുന്ന എൽദോസ് കുന്നപ്പള്ളിൽ MLA ഡൽഹിയിലേക്ക് തിരിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഈ 2-3 പേരുകളിൽ തട്ടിയാണിപ്പോൾ എറണാകുളത്തെ തർക്കങ്ങൾ തുടരുന്നത്. മുഹമ്മദ് ഷിയാസിന് സീറ്റ് കൊടുത്തേ മതിയാവും. സതീശന്റെ സന്തത സഹചാരിയാണ്. അത് നൽകിയില്ലെങ്കിൽ സതീശന് വലിയ തിരിച്ചടിയാണ് എറണാകുളത്ത് തന്റെ തട്ടകത്തിൽ. ഒപ്പം ദീപ്തി മേരി വർഗീസിനെ മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയപ്പോൾ തന്നെ പറഞ്ഞിരുന്ന ഒരു വാക്ക് ഇത്തരത്തിൽ സീറ്റ് കൊടുക്കുമെന്നായിരുന്നു എന്നാണ് പുറത്ത് പ്രചരിച്ചിരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾക്കറിയില്ല. മറ്റൊന്ന് എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യമാണ്. എൽദോസ് കുന്നപ്പള്ളിയെയും സീറ്റ് നൽകേണ്ടെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട്. ആ അസംതൃപ്തിയും പരിഹരിക്കണം. അങ്ങനെ വലിയ ലക്ഷ്യങ്ങളുണ്ട് എറണാകുളത്ത് കോൺഗ്രസിന്. രഞ്ജിത്ത്, പ്രധാനപ്പെട്ട 3 നേതാക്കൾ, അതായത് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, ഇവർക്കിടയിലെ ഒരു സമവായം ഇല്ലാത്തത് തന്നെയാണ് എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം അത് ഇതുവരേക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താത്തത്. ഇന്നലെ പുറത്തുവിട്ട ആദ്യ പട്ടികയിലും 3 പെരുമ്പാവൂർ, തൃപ്പൂണിത്തറ, കൊച്ചി, വൈപ്പിൻ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുടെ പേരുകൾ ഒഴിച്ചിട്ടുകൊണ്ടുള്ളൊരു പട്ടികയായിരുന്നു ഇന്നലെ വന്നത്. ഇന്നലെ നമുക്കറിയാം പെരുമ്പാവൂർ സീറ്റിനെ ചൊല്ലി എൽദോസ് കുന്നപ്പള്ളിയുടെ ഒരു പത്രസമ്മേളനം, അദ്ദേഹം എത്രമാത്രം സീറ്റിന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം സീറ്റ് വേണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനാണ് എൽദോസ് കുന്നപ്പള്ളി. അദ്ദേഹത്തിന് പെരുമ്പാവൂർ സീറ്റ് നൽകണമെന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ ഗ്രൂപ്പുകാരനായിട്ടുള്ള ഉല്ലാസ് തോമസിനെ പരിഗണിക്കണമെന്നൊരു ആവശ്യമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ സിറോ മലബാർ സഭയുടെ അടക്കം സമ്മർദ്ദം ഉൾപ്പെടുന്നതുകൊണ്ട് മനോജ് മൂത്തേടത്തിനാണ് അവിടെ കുറച്ചുകൂടി സാധ്യതയുള്ളത്. പക്ഷെ അത് ചെന്നിത്തലയ്ക്ക് അംഗീകരിക്കാൻ കഴിയത്തുമില്ല. മനോജ് മൂത്തേടം A ഗ്രൂപ്പ് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് മനോജ് മൂത്തേടത്തിന്റെ പേരിന് രമേശ് ചെന്നിത്തലയ്ക്ക് അംഗീകാരം നൽകുവാനും കഴിയില്ല. അതാണിപ്പോൾ പെരുമ്പാവൂരിലുള്ള പ്രധാനപ്പെട്ട സ്ഥിതി. പെരുമ്പാവൂർ സീറ്റ് എൽദോസ് കുന്നപ്പള്ളിക്ക് തന്നെ തിരിച്ചു നൽകണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. മറ്റൊന്ന് തൃപ്പൂണിത്തറയാണ്. തൃപ്പൂണിത്തറയിൽ KC വേണുഗോപാൽ പറയുന്നത് പ്രകാരം M ലിജുവിന് അവിടെ സീറ്റ് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ VD സതീശനും K ബാബു ഉൾപ്പെടെയുള്ളവർ അവിടെ ദീപക് ജോയ് വേണം, A ഗ്രൂപ്പ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് അവിടെ ദീപക് ജോയ് വേണമെന്നാണ്. ഡെപ്യൂട്ടി മേയറാണ്. ദീപക് ജോയുടെ പേരാണ് VD സതീശനും K ബാബുവും അവിടെ ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷെ അത് KC വേണുഗോപാലിന് അംഗീകരിക്കാനും കഴിയുന്നില്ല. മറ്റൊന്ന് രഞ്ജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കൊച്ചിയിലേക്കുള്ള കാര്യമാണ്. കൊച്ചിയിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പേരാണ് ഉയർന്നു വരുന്നത്. നമുക്കറിയാം VD സതീശന്റെ സന്തത സഹചാരിയാണ്, അടുത്ത അനുയായിയാണ്, വിശ്വസ്തനാണ്. അവിടെ VD സതീശന് കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് തന്നെ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഷിയാസിന് സീറ്റ് നൽകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഉൾപാർട്ടിയിൽ തന്നെ, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ VD സതീശന്റെ ഇമേജ് ഇടിയും, അല്ലെങ്കിൽ VD സതീശന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കും എന്നൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ DCC പ്രസിഡന്റ്
പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് തന്നെ കൊച്ചി സീറ്റ് നൽകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ വി ഡി സതീശൻ ഉയർത്തിയിരിക്കുന്നത്. പക്ഷെ അവിടെ ആയിക്കോട്ടെ ചെക്ക് വയ്ക്കുന്നത് കെ.സി. വേണുഗോപാലാണ്. ദീപ്തി മേരി വർഗീസിന്റെ പേരാണ് കെ.സി. വേണുഗോപാൽ ഉയർത്തിപ്പിടിക്കുന്നത്. കാരണം മേയർ സ്ഥാനത്തിന് പോലും അർഹതപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ദീപ്തി മേരി വർഗീസ്. അത് അത്തരത്തിലുള്ള ചർച്ചകളായിരുന്നു തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അത് മാറി ദീപ്തി മേരി വർഗീസിനെ മാറ്റിയാണ് മിനിമോളെ അവിടെ മേയറായി പ്രതിഷ്ഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ദീപ്തി മേരി വർഗീസിന് വാഗ്ദാനം ചെയ്തിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ എറണാകുളം ജില്ലയിൽ എവിടെയെങ്കിലും ഒരു മണ്ഡലത്തിൽ സീറ്റ് നൽകാമെന്നാണ്. അതാണ് കെ.സി. വേണുഗോപാല് ഇപ്പോൾ ദീപ്തി മേരി വർഗീസിന് വേണ്ടിയിട്ടായി കൊച്ചിയിലേക്ക് ആവശ്യപ്പെടുന്നത്. പക്ഷേ വി ഡി സതീശൻ അത് അംഗീകരിക്കുവാനും തയ്യാറല്ല. മറ്റൊന്ന്, ഈ 3 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ചാൽ മാത്രമേ വൈപ്പിനിലേക്ക് വരുമ്പോൾ അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് സംഘടനയ്ക്ക് എത്താൻ കഴിയുകയുള്ളൂ. വൈപ്പിനിൽ ഷാരോൺ പനക്കലിന്റെ പേരാണ് ഉയർന്നേക്കുന്നത്. ഷാരോൺ പനക്കലും വി ഡി സതീശന്റെ അനുയായി തന്നെയാണ്, പറവൂർ സ്വദേശിയാണ്. അങ്ങനെ ഷാരോണിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുൻ മേയറായിട്ടുള്ള ടോണി ചമ്മണിയുടെ പേരും അവിടെ ഉയർന്നു കേൾക്കുന്ന സാഹചര്യമാണ്. അതിനിടെ മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള കാര്യങ്ങൾ അത്ര പന്തിയല്ല. തിരുവനന്തപുരത്തെ പോലെ എറണാകുളത്തും തർക്കങ്ങളുണ്ട്. അത് പരിഹരിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം ഉള്ളത് വി ഡി സതീശനാണ്. കാരണം സതീശന്റെ തട്ടകമാണ് എറണാകുളം. അവിടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വലിയൊരു വിജയം നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യമായി സതീശന്റെ മുന്നിലുള്ളത് താനും. കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ചർച്ച പൂർത്തിയാകാതെ വന്നതോടെ കോട്ടയത്തെ 3 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാകാതെ UDF. ഏറ്റുമാനൂർ സീറ്റിന് പകരം പൂഞ്ഞാറോ കാഞ്ഞിരപ്പള്ളിയോ വേണമെന്ന് ജോസഫ് കടുത്ത നിലപാടെടുത്തത് പ്രതിസന്ധിക്ക് കാരണമായി. ഇതോടെ ഏറ്റുമാനൂർ, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി സീറ്റുകളിലെ പ്രഖ്യാപനം വൈകിയത് ചർച്ച വേഗം പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്താനാണ് നീക്കം. ശ്രീത്തുണ്ട്. ശ്രീത്ത്, ഈ പല ജില്ലകളിലെയും പോലെ കോട്ടയത്തും തർക്കമുണ്ട്. കോട്ടയത്തെ പക്ഷേ പ്രധാന സീറ്റുകളിലൊക്കെ പ്രഖ്യാപനമായി കഴിഞ്ഞു. ഈ 3 സീറ്റുകൾ, ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇപ്പോൾ ഏകദേശം എന്തെങ്കിലും ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സീറ്റ് പൂഞ്ഞാറോ കാഞ്ഞിരപ്പള്ളിയോ ജോസഫിന് വിട്ടുകൊടുക്കാൻ തീരുമാനമായിട്ടുണ്ടോ? രഞ്ജിത്ത്, ഈ പ്രധാനമെന്ന് രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ചത് വളരെ ഈ മറ്റ് സീറ്റുകളുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ സീറ്റ്, അതായത് മധ്യ കേരളത്തിലെ കോൺഗ്രസിന്റെ തട്ടകമാണ് കോട്ടയം ജില്ല, അല്ലെങ്കിൽ UDFന്റെ തട്ടകമാണ് കോട്ടയം ജില്ല. അവിടെ ഭൂരിപക്ഷം സീറ്റുകൾ ജയിക്കുമ്പോഴാണ് ഫലത്തിൽ UDF അധികാരത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 3 സീറ്റ് എന്ന് പറഞ്ഞാൽ UDF അധികാരത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ജയിച്ച് കയറേണ്ട സീറ്റുകളാണ്, ജയിച്ച് കയറിയിട്ടുള്ള സീറ്റുകളാണ്. ആ സീറ്റ് അങ്ങനെ പെട്ടെന്നൊരു ചർച്ചയിലൂടെ അവസാനിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ അല്ല ഇപ്പോൾ UDFലെ സാഹചര്യമുള്ളത് എന്നാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ നേരത്തെ തന്നെ വാർത്തകൾ വരികയും നേതാക്കളടക്കം സ്ഥിരീകരിക്കുകയൊക്കെ ചെയ്തതാണ് ഏറ്റുമാനൂർ സീറ്റ് വിട്ടു നൽകിയതെന്ന്, ജോസഫ് ഗ്രൂപ്പ് കോൺഗ്രസിന് നൽകി എന്നുള്ളത്. പക്ഷേ എന്നിരുന്നിട്ടും ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രത്തോളം ഗുരുതരമാണ് സാഹചര്യം. അതായത് പകരം ആയി പൂഞ്ഞാറോ കാഞ്ഞിരപ്പള്ളിയോ തരാതെ മറ്റൊരു ചർച്ചയ്ക്കും തങ്ങളില്ല എന്ന നിലപാടിലേക്ക് ജോസഫ് ഗ്രൂപ്പ് കടുത്ത നിലപാടെടുത്തു. ഇന്നലെ അവർ 8 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇടുക്കി ഒഴിച്ചാണ് പ്രഖ്യാപിച്ചത്, ഈ ഏറ്റുമാനൂർ ഒഴിച്ചാണ് പ്രഖ്യാപിച്ചത്. അതായത് അവർ 8 എണ്ണം പ്രഖ്യാപിച്ചു, ഇനി 1 എണ്ണം കൂടെ വേണം എന്ന കടുത്ത നിലപാടിലാണുള്ളത്. അതുകൊണ്ടാണ് ഫലത്തിൽ ഈ തർക്കം ഇനിയും തുടർന്നാൽ ഒരുപക്ഷെ ഏറ്റുമാനൂർ തിരിച്ചു കൊടുക്കേണ്ടി വരുമോ, അങ്ങനെ ഫലത്തിൽ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും അവർ തന്നെ മത്സരിക്കുന്ന, പഴയ പോലെ കോൺഗ്രസ് തന്നെ മത്സരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ഇതിൽ പൂഞ്ഞാർ വിട്ടുകൊടുക്കാൻ ഒരു സാധ്യതയുമില്ല. പൂഞ്ഞാർ വലിയ നിലയിൽ UDF ഇത്തവണ വിജയപ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കാരണം ഈ കഴിഞ്ഞ തവണ മുസ്ലിം വോട്ടുകളൊക്കെ അത് സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന് അനുകൂലമായി പോയെങ്കിൽ അവിടെ അതൊരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ്. SDPIയുടെ ഉൾപ്പെടെ പിന്തുണ ഒരു പരിധിവരെ UDFലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആ നിലയിൽ നോക്കുമ്പോൾ ആ സീറ്റ് കോൺഗ്രസ് വിട്ടുകളയാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തെ ഒരു സീറ്റ് ഇപ്പോൾ ഈ പറയുന്ന ജോസഫ് വാഴയ്ക്കിന് വേണ്ടി ഏറ്റുമാനൂർ ഫലത്തിൽ ഏറ്റെടുക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, ഒപ്പം തന്നെ കൺവീനർ ഫിൽസൺ മാത്യൂസ് ഒക്കെ അവഗണിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അവർക്ക് വേണ്ടി അവരെ ഉദ്ദേശിച്ചാണ് ഈ കാഞ്ഞിരപ്പള്ളി ഏറ്റെടുക്കാം എന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടിയത്. ആ കണക്കുകൂട്ടൽ ഇപ്പോൾ തെറ്റുകയാണ്. ഫലത്തിൽ എത്രയും പെട്ടെന്ന് ചർച്ച പൂർത്തിയാക്കി ഒരു ആര് വിട്ടുവീഴ്ച ചെയ്യും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ഏറ്റെടുത്ത് നാട്ടകം സുരേഷ് നൽകിയില്ലെങ്കിൽ അതൊരു പക്ഷേ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യത അവർ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സങ്കീർണമാണ് ജില്ലയിൽ UDFന്റെ സാഹചര്യം ഈ ഘട്ടത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് സാഹചര്യം. ജോസഫ് കടുത്ത നിലപാടിലാണ്, സംശയമില്ല.
കാഞ്ഞിരപ്പള്ളിയോ പൂഞ്ഞാറോ വേണമെന്ന ആവശ്യം ജോസഫിനുണ്ട്. ഇത് വലിയ പ്രതിസന്ധിയാണ്. ഏറ്റുമാനൂർ, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി സീറ്റുകളിലെ പ്രഖ്യാപനം ഇത് കാരണം വൈകുകയാണ്. ഈ 3 സ്ഥലങ്ങളിലും എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. കാരണം ഈ സ്ഥലങ്ങളിലൊക്കെ BJPയുടെയും CPMൻ്റെയും സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. പ്രചരണം ആരംഭിച്ച ദിവസങ്ങളായി. പൂഞ്ഞാറിൽ നമുക്കറിയാം മത്സരിക്കുന്ന PC ജോർജാണ് NDA സ്ഥാനാർത്ഥിയായി. അദ്ദേഹം നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ച പശ്ചാത്തലമുണ്ട്. ഏറ്റുമാനൂരിലും കാഞ്ഞിരപ്പള്ളിയിലും സമാനമായി തന്നെ പ്രഖ്യാപനമൊക്കെ വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. മറ്റു വാർത്ത, ഇപ്പോൾ നൂർബിന റഷീദ് വനിതാ ലീഗിന് പ്രതിഷേധമുണ്ട് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ. മാധ്യമങ്ങളെ ചോദ്യചിഹ്നം വനിതാ ലീഗിന് വേണ്ടി ഞാൻ ശബ്ദിക്കുന്നു. അതിനെ എങ്ങനെ കാണുന്നെന്ന് പറഞ്ഞാൽ അവർ വനിതാ ലീഗിന്റെ മുഖങ്ങളല്ല. വനിതാ ലീഗ് എന്ന് പറയുന്ന സംഘടന എന്ന് പറയുന്നത് 40 വർഷമായി അതെങ്ങനെ വളർന്നു വലുതായി എന്നുള്ളത് പാർട്ടി നേതൃത്വത്തിനും അറിയാം, പൊതുസമൂഹത്തിനും അറിയാം. ഒരു കാലഘട്ടത്തിൽ വനിതാ ലീഗിന് സ്ഥാനാർത്ഥിത്വം നമ്മൾ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നേതൃത്വം നൽകുന്ന മറുപടിക്കനുസരിച്ച് ഞങ്ങൾ മാറി നിൽക്കാറുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, വനിതാ ലീഗിന് ഇതര രാഷ്ട്രീയ മഹിളാ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പം മാതൃകയായിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വനിതാ ലീഗ്. ഹരിത വിവാദം ഉണ്ടാകുന്ന സമയത്ത് ഫാത്തിമ തെഹ്ലിയ അടക്കമുള്ള ഈ പുതിയ തലമുറയിലെ നേതാക്കന്മാരെ തങ്ങൾ അനുകൂലിച്ചില്ല, അവരെ വിമർശിക്കുകയൊക്കെ ചെയ്തു. അതിന്റെ തുടർച്ചയാണോ ഇപ്പോഴും? എവിടെ തെറ്റ് കണ്ടാലും, എവിടെ സത്യമല്ലാന്നും നീതിയല്ലാന്നും ന്യായം കണ്ടാലും സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ്. അതെന്റെ മുസ്ലിം ലീഗ് നേതൃത്വത്തിനറിയാം. ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത പാണക്കാട് മർഹൂം സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, എല്ലാവർക്കും ഈ വനിതാ ലീഗിനെ എങ്ങനെ വളർത്തിക്കൊണ്ടെന്നും എന്താണ് വനിതാ ലീഗിന്റെ നയമെന്നും തീർത്തും ബോധ്യമാണ്. ഇന്നലെ പറഞ്ഞതിൽ കൂടുതൽ ഞാനൊന്നും പറയാൻ ഫാത്തിമ തഹ്ലിയ എന്നൊരു വ്യക്തിയല്ല ഞങ്ങൾ പറയുന്നത്. വനിതാ ലീഗ് എന്ന സംഘടനയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത്. വനിതാ ലീഗിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എന്റെ വനിതാ ലീഗ് അംഗങ്ങൾ പാവങ്ങളാണ്. അവർക്ക് പലപ്പോഴും അവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ പാർട്ടി നേതൃത്വം തയ്യാറാവണം. അതിന് അല്ലപാട് അന്ന് ഈ ഹരിത വിവാദം വന്നപ്പോൾ എന്തുകൊണ്ടായിരുന്നു അന്ന് ഈ വനിതാ ലീഗിന് അല്ലെങ്കിൽ താങ്കൾക്കടക്കം എതിർക്കേണ്ടി? ഈ ഹരിത വിവാദം എന്ന് പറയുന്നത് ഞാനൊരാളല്ലല്ലോ, പൊതുസമൂഹത്തിനറിയാം, പാർട്ടി നേതൃത്വത്തിനറിയാം, എല്ലാവർക്കും അറിയാലോ. എവിടെയാണ് തെറ്റ് ശരി എന്നുള്ളത് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഞാൻ എന്ന വ്യക്തി അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കൊണ്ട് പറയിപ്പിക്കാന്ന് വിചാരിക്കേണ്ട. പാർട്ടി നേതൃത്വത്തിനറിയാം. ഈ ഹൈദരലി തങ്ങളെ ശിഹാബ് തങ്ങളെ അംഗീകരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ലീഗിന്റെ നേതൃത്വത്തിൽ സാദിഖ് അലി തങ്ങളുടെ തീരുമാനം തെറ്റാണെന്നാണ് പറയുന്നത്. സാദിഖ് അലി തങ്ങളെയും അങ്ങേയറ്റം അംഗീകരിക്കുന്നു. പക്ഷേ എന്താ കാരണം ഞാൻ പറഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞ 2 തങ്ങന്മാരുമായിട്ട് ഞാൻ പാർട്ടിയുടെ വനിതാ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ വളരെയധികം ഇടപഴകി വരുന്നത്. ഇപ്പൊ ഞാൻ ദേശീയ തലത്തിലാണല്ലോ. സാദിഖ് അലി തങ്ങളുമായിട്ട് അധികം ഇടപെടണം. പക്ഷെ എന്നാലും പറയേണ്ട കാര്യങ്ങളൊക്കെ തങ്ങളടുത്ത് ബോധ്യപ്പെടുത്താറുണ്ട്. തങ്ങൾ അല്ല, സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതാണ് പോഷക സംഘടനകൾ ഒരു ആശയവിനിമയം നടത്താറുണ്ട്. ഈ വനിതാ ലീഗുമായിട്ട് അങ്ങനെ നിങ്ങൾ സംസ്ഥാന വനിതാ ലീഗിന്റെ ആൾക്കാരോടും കൂടി ചോദിക്കും. അല്ല, അവർ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്കറിയില്ല, അറിയുമോ? ഐ റിസീവ്ഡ് ഓൾ മൈ കമന്റ്സ്. ഞാൻ ഇന്നലെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒരു മീഡിയയിലുള്ള വളർച്ച ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതല്ല എന്റെ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ട്. ഈ 40-40 കൊല്ലം ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്നത്. ലീഗിൽ ഉണ്ടാകുന്നു എന്നതാണ്. MS അനീഷ് കുമാർ ചേരി. അനീഷ്, ഇപ്പോൾ നമുക്കറിയാം വനിതകൾക്ക് പ്രാതിനിധ്യമുണ്ട് ലീഗ് പട്ടികയിൽ. പക്ഷേ സീറ്റ് നൽകിയ വനിതകൾ ഫാത്തിമ തഹ്ലിയ അടക്കം വനിതാ ലീഗിന്റെ ഭാഗമല്ല എന്നാണ് നൂർബിനയുടെ വിമർശനം. എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത്തരമൊരു വിമർശനമാണ് നൂർബിനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ചരിത്രത്തിലൊന്നുമില്ലാത്ത വിധം 2 സ്ത്രീകളെ നിർത്തി എന്നതടക്കം അവകാശവാദങ്ങളുമായി ഒരു വശത്ത് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുമ്പോഴാണ് വനിതാ ലീഗ് എന്ന സംഘടനയ്ക്ക് ഒരു തരത്തിലുമുള്ള ഒരു പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയില്ല എന്ന വിമർശനം അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകളുണ്ട്. മറ്റ് വനിതാ സംഘടനകൾക്കൊക്കെ ഒരു പരിഗണന നൽകുമ്പോൾ ആ അർഹമായ
പരിഗണന വനിതാ ലീഗിന് നൽകിയില്ല എന്ന കൃത്യമായ വിമർശനമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ലീഗിൽ തലമുറ മാറ്റം വരുന്നു, പുതിയ MLA-മാർക്കൊക്കെ അവസരം നൽകുന്നു, അല്ലെങ്കിൽ യുവാക്കൾക്ക് മത്സരിക്കാൻ അവസരം നൽകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ തലമുറ മാറ്റം എന്തുകൊണ്ട് പുരുഷന്മാർക്ക് ബാധകമാവുന്നില്ല? അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ MLA ആയിരുന്നവർ, പതിറ്റാണ്ടുകളായ MLA ആയിരുന്നവരൊക്കെ ഇപ്പോഴും മത്സരരംഗത്ത് തുടരുമ്പോൾ എന്തുകൊണ്ടാണ് വനിതകൾക്ക് മാത്രം ഇത്തരം ഒരു തലമുറ മാറ്റം എന്ന കൃത്യമായ ചോദ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേരത്തെ ഈ ഹരിത വിവാദവും മറ്റുമൊക്കെ വന്നപ്പോൾ ഫാത്തിമ തഹ്ലിയ അടക്കമുള്ളവരെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ അല്ലെങ്കിൽ അവരോട് വിയോജിപ്പ് പ്രകടമാക്കിയ ആൾ കൂടിയാണ് നൂർബിന റഷീദ്. ഇപ്പോഴും ആ ഒരു നിലപാട് തന്നെ ആയിരുന്നു തന്റെ എന്ന് പറയുന്നു. പക്ഷേ എന്താണ് ഈ ഹരിത വിവാദം ഉയർത്തിയ നേതാക്കൾക്ക് വന്ന തെറ്റ് എന്ന് അവർ ഇപ്പോൾ പറയാൻ, അല്ലെങ്കിൽ താൻ അതിപ്പോൾ പറയാൻ തയ്യാറാവുന്നില്ല എന്ന് കൃത്യമായി പറയുന്നു. അതായത് ഫാത്തിമ തഹ്ലിയയുടെ അടക്കമുള്ള സ്ഥാനാർത്ഥിത്വം അത് വനിതാ ലീഗിന് നൽകിയ ഒരു സീറ്റ്, അല്ലെങ്കിൽ അവർക്ക് നൽകിയ ഒരു പരിഗണന എന്ന രീതിയിൽ ഒരിടത്തും വിശദീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും പതിവില്ലാത്ത ശബ്ദങ്ങളാണ് മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഉയരുന്നത്. ഈ ഒരു ആശങ്ക പാർട്ടിയെ അറിയിക്കും എന്ന് വനിതാ ലീഗിന്റെ ദേശീയ തലത്തിൽ നേതാവായ നൂർബിന റഷീദ് പറയുകയാണ്. നമുക്കറിയാം നേരത്തെയൊക്കെ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണിയും ചില പ്രതിഷേധങ്ങൾ അറിയിച്ച പശ്ചാത്തലം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. മുസ്ലിം ലീഗിൽ വലിയ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. തിരുരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് താനൂർ മുൻ MLA കൂടിയായ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പ്രതിഷേധം. അർഹതപ്പെട്ടവരുണ്ടായിട്ടും അവരെ അവഗണിച്ച് നിഷ്കളങ്കരായ തങ്ങൾമാരെ കരുവാക്കി ചിലരുടെ താല്പര്യത്തിനായി സ്ഥാനാർത്ഥിയാക്കി. ഇതിന്റെ മാനദണ്ഡം പാർട്ടിയെ സ്നേഹിക്കുന്നവർ ചോദ്യം ചെയ്താൽ അത് അച്ചടക്ക ലംഘനമായി കാണരുത് എന്നാണ് അബ്ദുറഹ്മാൻ രണ്ടത്താനുടെ FB പോസ്റ്റ്. പ്രതിഫലം പറ്റാതെ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ അവരുടെ വികാരം പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണെന്നും രണ്ടത്താണി വിമർശിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. കാരണം നമുക്ക് രണ്ടത്താണിയൊക്കെ പാർട്ടിയുടെ മുഖമായി ചാനൽ ചർച്ചകളിൽ സജീവമായി നിന്നിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പക്ഷേ ഇത്തവണ സീറ്റില്ല. അനുമോദ്, ഇതിപ്പോൾ ലീഗിൽ ഇത്ര എന്താണ് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ വനിതാ ലീഗിന്റെ വിമർശനം ഉണ്ടാകുന്നു. ഒരു ഭാഗത്ത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെ ലീഗിന്റെ മുഖമായി എന്നൊരാൾ വിമർശിക്കുന്നു. ഇത് അച്ചടക്ക നടപടിയിലേക്ക് പോകുമോ? ലീഗ് നേതൃത്വം ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? രഞ്ജിത്ത്, നമുക്കറിയാം അസ്വാഭാവികം എന്ന് പറയുമ്പോഴും അത്ര പരമ്പരാഗത രീതിയിലല്ല ഇത്തവണ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തുള്ളത് എന്ന് നമ്മൾ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു തീരുമാനത്തിന് മുൻപ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വളരെ കൂടിയാലോചന നടത്തുകയും ഓരോ നേതാക്കളെയും, അല്ലെങ്കിൽ ഓരോ തലത്തിൽ പ്രതിനിധീകരിക്കുന്ന നേതാക്കളെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട അഭിപ്രായം സ്വരൂപിക്കുകയും അങ്ങനെ വളരെ വിശദമായിട്ട് ഓരോ മണ്ഡലങ്ങളുടെ താല്പര്യം കൂടി അറിഞ്ഞതിന് ശേഷമാണ് തീരുമാനത്തിലെത്തിക്കുക. അത് സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ലീഗിൽ കാണുന്ന ഒരു നടപടിയല്ല സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനുശേഷം ഉയരുന്ന ഇത്തരം പ്രതിഷേധങ്ങളെയും അത്തരത്തിൽ തന്നെ വേണം കാണുവാൻ. മുൻപ് സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. MK മുനീർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിന്മാറുന്നു. അവിടെയാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ വിമർശനം ഇവിടെ ശ്രദ്ധേയമാവുന്നത്. കഴിഞ്ഞ തവണയും അദ്ദേഹത്തിന് വിജയസാധ്യതയുള്ള സീറ്റ് ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തെ പുനലൂർ ഒരു സീറ്റ് നൽകി മത്സരിക്കാൻ ഒരു അവസരം നൽകുക മാത്രമാണ് ചെയ്തത്. ഇത്തവണയും അദ്ദേഹം സീറ്റിനായി ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹത്തിന് പാർട്ടി നേതൃത്വം കാര്യമായി പരിഗണിച്ചില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പരാതിയുള്ളത്. വിജയസാധ്യതയുള്ള സീറ്റുകളിലൊന്നും അദ്ദേഹത്തിന്റെ പേര് വന്നില്ല. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അവസരവും നൽകിയില്ല. അദ്ദേഹം മാത്രമല്ല, ഒരു തലമുറയിൽപ്പെട്ട മുതിർന്ന നേതാക്കളൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ കാണുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല എന്നുള്ളതല്ല പറയുന്നത്. പകരം തിരൂരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് പരസ്യമായി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ താഴെ തട്ട് മുതൽ MSFന്റെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെയും ഒക്കെ പ്രതിനിധികളായിട്ട് വന്ന വ്യക്തികളാണ്. അത് TP അഷ്റഫ് അലി ആവട്ടെ, ഫൈസൽ ബാബു ആവട്ടെ, PK ഫിറോസ് ആവട്ടെ, PK നവാസ് ആവട്ടെ, അങ്ങനെയുള്ളവരൊക്കെ അത്തരത്തിൽ താഴെത്തട്ടിൽ പല വർഷങ്ങളായിട്ട്, ഒരുപാട് വർഷങ്ങളായി ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രതിഷേധങ്ങളിലും സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും ഒക്കെ പങ്കെടുത്ത വ്യക്തികളാണ്. അവിടെയാണ് PMA സമീറിനെ കൊണ്ടുവന്ന വിഷയം ഉയരുന്നത്. PMA സമീർ MSFന്റെ പ്രതിനിധിയായിരുന്നു. അത് യൂത്ത് ലീഗിന്റെ ഒക്കെ പ്രതിനിധിയായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ചന്ദ്രികയുടെ ഫൈനാൻഷ്യൽ ഡയറക്ടർ എന്ന തരത്തിലാണ് പാർട്ടിയിൽ വലിയ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയത്. അദ്ദേഹം ഒരു പ്രൊഫഷണലാണ്. കമ്പനി സെക്രട്ടറി എല്ലാം അത്തരം പ്രവർത്തികളൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രൊഫഷണൽ സംഭവങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചന്ദ്രികയുടെ ഫൈനാൻഷ്യൽ ഡയറക്ടർ എന്ന തരത്തിലാണ് അദ്ദേഹം പാർട്ടിയിൽ നേതൃത്വത്തിൽ എത്തുന്നത്. അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തത് ഒരുപക്ഷെ ഈ താഴെത്തട്ടിൽ പ്രവർത്തിച്ചു വരുന്ന നേതാക്കളെ അല്ലെങ്കിൽ പ്രവർത്തകരെ അവരെ പരിഗണിക്കാതെയാണ് എന്നൊരു വിമർശനമാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉന്നയിച്ചിരിക്കുന്നത്. അതും തങ്ങളെ നേരിട്ടല്ല, തങ്ങൾ ചിലരുടെ സ്ഥാനാർത്ഥം ലീഗിൽ സ്ഥാനാർത്ഥിത്വമാണ് പ്രശ്നമെങ്കിൽ സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് 3 ദിവസം കഴിഞ്ഞിട്ടും താനൂരിൽ പ്രചരണം തുടങ്ങാതിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, മുൻ മന്ത്രി കൂടിയായ ശ്രീ വി അബ്ദുറഹ്മാനാണ്. മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായാണോ വി അബ്ദുറഹ്മാൻ മാറി നിൽക്കുന്നതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. അനുമോദ കൗതുകമാണ് കാര്യങ്ങൾ. അത്ര വലിയ ആരോഗ്യ പ്രശ്നമുള്ള ഒരാളായി തോന്നുന്നു നമുക്ക് അബ്ദുറഹ്മാനെ തോന്നുന്നില്ല. അദ്ദേഹം സജീവമായി തന്നെ ഈ മന്ത്രി പദവിയിൽ ഉടനീളം രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം ലഭിച്ചിട്ടും മത്സരിക്കുന്നില്ല അല്ലെങ്കിൽ പ്രചരണ രംഗത്തില്ല എന്നുള്ളതൊരു കൗതുകമുണർത്തുന്നുണ്ട്, ഒപ്പം ആശങ്കയുമുണർത്തുന്നുണ്ട്. എന്തായിരിക്കും അബ്ദുറഹ്മാന്റെ മനസ്സിൽ? എന്തെങ്കിലും സൂചനകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പങ്കുവെക്കുന്നുണ്ടോ? രഞ്ജിത്ത്, കഴിഞ്ഞ 2 ദിവസമായി അബ്ദുറഹ്മാൻ പ്രചരണ രംഗത്തില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസും പാർട്ടിയും ഒക്കെ തന്നെ വിശദീകരണം നൽകുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, അബ്ദുറഹ്മാന് താനൂരിൽ വീണ്ടും മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം അത് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അദ്ദേഹം അത് മറ്റൊരു മണ്ഡലത്തിലേക്ക്, തവനൂരിലേക്കോ തിരൂരിലേക്കോ പൊന്നാനിലേക്കോ മാറാനുള്ള സന്നദ്ധത അറിയിച്ചെങ്കിലും പാർട്ടി സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിലൊരു അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ തന്റെ താല്പര്യം പരിഗണിക്കാതെ തന്നെ താനൂരിലെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ചു എന്ന തരത്തിൽ തന്നെയാണ് അബ്ദുറഹ്മാന്റെ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴത്തെ നടപടികൾ. അദ്ദേഹം ഒരു പ്രചരണത്തിൽ സജീവമാകാത്തതിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ നീക്കങ്ങളുണ്ടോ എന്ന കാര്യത്തിലും ചില കാര്യങ്ങൾ അത്തരത്തിൽ വരുന്നുണ്ട്. ഒന്ന്, UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാ തവണയും ഇടതുപക്ഷം ചെയ്യുന്നത് പോലെ അതൃപ്തരായവരെ കണ്ടെത്തി ആ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രം, അത് ഇത്തവണയും പയറ്റാനുള്ള ഒരു ആലോചന തന്നെയാണ് LDFന്റെ ഭാഗത്ത് നിന്ന് എന്ന് വേണം സംശയിക്കാൻ. ഒരുപക്ഷെ നമുക്കത് സ്ഥിരീകരിച്ച് പറയുന്നതല്ല, ഒരുപക്ഷെ താനൂരിൽ മറ്റൊരു അതൃപ്തനായ UDFലെ പ്രതിനിധിയെ കൊണ്ടുവന്ന് അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിലേക്ക്, തിരൂര് ഇപ്പോഴും ഒഴിച്ചിട്ടിരിക്കുകയാണ്. തിരൂര് അബ്ദുറഹ്മാന്റെ വീട് നിൽക്കുന്ന മണ്ഡലം കൂടിയാണ്. അദ്ദേഹം പലതവണ മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചൊരു മണ്ഡലം കൂടിയാണ്. അവിടേക്ക് അബ്ദുറഹ്മാൻ മാറാനുള്ള സാധ്യതകളെ തള്ളിക്കളയാനാകില്ല. അതൊരു സ്ഥിരീകരിച്ച വിവരമല്ല, ഒരു സൂചന അല്ലെങ്കിൽ അത്തരത്തിലൊരു രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള നീക്കം നടക്കുന്നു എന്ന സൂചന മാത്രമാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ആ ഒരു നീക്കം വിജയിച്ചു കഴിഞ്ഞാൽ UDFലെ ഏതെങ്കിലും ഒരു അതൃപ്തനായ പ്രതിനിധിയോ നേതാവോ താനൂരിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അബ്ദുറഹ്മാൻ മണ്ഡലം മാറാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. അത് തുറന്നിട്ടിരിക്കെ തന്നെയാണ് അത്തരം ചർച്ചകൾക്കുള്ള വാതിൽ. പാർട്ടി നേതൃത്വവും അക്കാര്യത്തിൽ അബ്ദുറഹ്മാനോട് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. തീർച്ചയായും. ഏതായാലും ലീഗിൽ പ്രതിസന്ധിയും പ്രശ്നങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പുറത്ത് താനൂരിലും LDFൽ അനിശ്ചിതത്വം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ വടക്കൻ മലബാർ മേഖലയിലും നിരവധി മണ്ഡലങ്ങളിൽ ഇത്തരം പ്രതിസന്ധികൾ പല പാർട്ടികളും അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാണ് MS അനീഷ് കുമാറും CV അനുമോദും റിപ്പോർട്ട് ചെയ്യുന്നത്. ആലപ്പുഴയിലേക്ക് വന്നാൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ആലപ്പുഴയിലെ 9 മണ്ഡലങ്ങളിൽ 4 ഇടങ്ങളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തർക്കം നിലനിന്ന ആലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ആര് എന്നത് ആകാംക്ഷയോടെ തുടരുകയാണ്. അരൂരിൽ വീണ്ടും ദലീമ ഷാനിമോൾ ഉസ്മാൻ പോരിന് കളമൊരുങ്ങിയപ്പോൾ അമ്പലപ്പുഴയിൽ G സുധാകരന് പിന്തുണ നൽകാനാണ് തീരുമാനം. ശരണ്യ സ്നേഹനുണ്ട്. ശരണ്യ, ഇപ്പോൾ അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ, അമ്പലപ്പുഴയിൽ G സുധാകരൻ, CPM വിട്ട G സുധാകരൻ, ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തല, ഇത് നേരത്തെ തന്നെ ഏതാണ്ട് ധാരണയായ സ്ഥാനാർത്ഥികളാണ്. പക്ഷെ അപ്പോഴും കോൺഗ്രസിന് സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന നിരവധി സീറ്റുകൾ ആലപ്പുഴയിലുണ്ട്. ചെങ്ങന്നൂരുണ്ട്, കായംകുളമുണ്ട്, ചേർത്തലയുണ്ട്, അങ്ങനെ നിരവധി മണ്ഡലങ്ങളുണ്ട്. മാവേലിക്കരയിലും ഏതാണ്ട് പ്രഖ്യാപനമായിട്ടുണ്ട്. പക്ഷേ മറ്റ് ഈ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ പ്രശ്നം? MJ ജോബൊക്കെ പാർട്ടി വിട്ട ഒരു പശ്ചാത്തലം കൂടി ആലപ്പുഴയിലുണ്ട്. രഞ്ജിത്ത്, ആലപ്പുഴയിൽ പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ സ്ഥാനം സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ KC വേണുഗോപാലിന്റെ പേര് ഈ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതുവരെ ആലപ്പുഴയിൽ അത്തരത്തിൽ സ്ഥാനാർത്ഥി ആദ്യഘട്ട പട്ടിക പുറത്തു വരുമ്പോഴും ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി ആര് എന്ന് വ്യക്തമാക്കാനായി കോൺഗ്രസിന് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. അതോടൊപ്പം തന്നെ എം ലിജുവിന്റെ പേരാണ് ഇപ്പോൾ കായംകുളത്ത് പരിഗണിക്കുന്നത്. നേരത്തെ കായംകുളത്ത് മറ്റു ചില പേരുകൾ കൂടി, അതായത് ഇതിനു മുൻപ് മത്സരിച്ചിരുന്ന അരുത ബാബുവിന്റെ പേര് പരിഗണനയിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ KP ശ്രീകുമാർ എന്നിവരുടെ പേരാണ് പരിഗണനയിലുണ്ടായിരുന്നത്. എന്നാൽ അമ്പലപ്പുഴയിൽ G സുധാകരൻ മത്സരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായതോടെ അമ്പലപ്പുഴയിൽ നേരത്തെ മത്സരിക്കാനായി തീരുമാനിച്ചിരുന്ന M ലിജു പിന്നീട് കായംകുളത്തേക്ക് അദ്ദേഹത്തിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുണ്ട്. എന്നാൽ ലിജുവിന് കായംകുളത്ത് മത്സരിക്കാൻ അത്ര താല്പര്യമില്ല എന്നുള്ള വിവരങ്ങളുമൊക്കെ ലഭ്യമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആലപ്പുഴ ചെങ്ങന്നൂരിലേക്കാണ് പോകുന്നത്.
ചെങ്ങന്നൂരിൽ സജി ചെറിയാനാണ് LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ശക്തമായൊരു മത്സരം കാഴ്ചവെക്കേണ്ടതുണ്ട്. എന്തായിരിക്കും കോൺഗ്രസിന്റെ അവസാനഘട്ട സ്ഥാനാർത്ഥി അവിടെ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത്. കാരണം BJP അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പൊതുവെ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഒരു ആധിപത്യം ഉണ്ടായ ഒരിടമാണ്. പക്ഷെ അവിടെ അവരുടെ A ക്ലാസ് മണ്ഡലമായിട്ടും നേരത്തെ പരിഗണിച്ചിരുന്ന BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന ഗോപകുമാറിനെയാണ് അവിടെ മത്സരിപ്പിക്കാനായി എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ സാധ്യതയുള്ള മണ്ഡലമായിട്ടും ചെങ്ങന്നൂരിൽ വന്നിട്ടില്ല. പക്ഷെ ചെങ്ങന്നൂരിൽ UDFും ഇതുവരെ ഒരു അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മറിയം ഉമ്മന്റെ പേരുൾപ്പെടെ നേരത്തെ അവിടെ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല അവസാന ലിസ്റ്റിലേക്ക് വരുന്നതെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ യൂത്ത് കോൺഗ്രസ് നേതാവായ ബിനു ചുള്ളിയലിന്റെ പേര് കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എബി കുര്യാക്കോസ്, മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവായ എബി കുര്യാക്കോസിന്റെ പേരും രണ്ടാമതായി കേൾക്കുന്നുണ്ട്. DCC പ്രസിഡന്റായ ബാബു പ്രസാദിന്റെ പേരും വരുന്നുണ്ട്. ഇതിൽ ആരാണ് അവസാന പട്ടികയിലേക്ക് ഇടം പിടിക്കുക എന്നുള്ളത് നിലനിൽക്കുന്നു. ഒപ്പം ആലപ്പുഴയിൽ AD തോമസിന്റെ പേര് പരിഗണനയിലുണ്ട്. അതോടൊപ്പം തന്നെ DCC ജനറൽ സെക്രട്ടറിയായ റീഗോ രാജുവിന്റെ പേരുകളും ഒക്കെ കേൾക്കുന്നു. എന്നാൽ ഇതൊക്കെ മാറ്റിയ ഒരു അപ്രതീക്ഷിതമായ ഒരു ആൾ ആലപ്പുഴയിൽ എൻട്രി ചെയ്യുമോ എന്നുള്ള, അല്ലെങ്കിൽ KC വേണുഗോപാൽ വരുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നു. കാരണം പട്ടിക പുറത്തേക്ക് വിടാനായി വൈകുന്നത് കൊണ്ട് തന്നെ എറണാകുളം എടുത്തു, കൊല്ലം എടുത്തു, തിരുവനന്തപുരം എടുത്തു, ആലപ്പുഴ എടുത്തു, പത്തനംതിട്ട എടുത്തു, കോട്ടയം, ഇവിടെയൊക്കെ UDFിൽ അനിശ്ചിതത്വം തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ UDFിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാകും ഇത് പരിഹരിക്കേണ്ടി വരിക. കാസർഗോട്ടേക്ക് എന്നാലും അവിടെയും തർക്കം തുടരുകയാണ്. കാസർഗോഡും സംശയമില്ല. ഉദുമ, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലാണ് അവിടെ തർക്കം മുറുകിയിരിക്കുന്നത്. സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിട്ടില്ല. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങൾ വെച്ചുമാറിയ പശ്ചാത്തലം കൂടി പ്രധാനമാണ്. എന്താണ് നമുക്കറിയാം, ഉദുമയിലും തൃക്കരിപ്പൂരിലും കോൺഗ്രസിന് എന്താണ് സാധ്യതകളുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. KV ബൈജു, സംശയമില്ല. അവിടെ മറ്റ് പല ജില്ലകളെയും പോലെ തന്നെ സ്ഥാനാർത്ഥികളിലേക്ക് എത്താനാകുന്നില്ല. പ്രാദേശികമായ തർക്കങ്ങളാണോ, നേതൃത്വത്തിലുള്ള പ്രശ്നമാണോ, ആരുടെയെങ്കിലും താല്പര്യങ്ങളാണോ, എന്താണ് കാസർഗോട്ടെ വിഷയം? രഞ്ജിത്ത്, കണ്ണൂരിൽ സുധാകരൻ തൊടുത്തുവിട്ട അസ്ത്രം അത് ചെറുതായൊന്നുമല്ല നേതൃത്വത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയത്. അതിന് തൊട്ടു പിന്നാലെ കാസർകോട്ടും ഇത്തരത്തിൽ വലിയ തർക്കം ഉണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് തന്നെയാണ് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നത്. ഏറ്റവും വലിയ തർക്കമുള്ളത് ഉദുമയിലാണ്. ഉദുമ ഇത്തവണ വിജയ സാധ്യതയുണ്ടെന്ന് ലക്ഷ്യ ക്യാമ്പിൽ ഉൾപ്പെടെ വിലയിരുത്തിയ ഒരു സ്ഥലമാണ്. അവിടെ KPCC ജനറൽ സെക്രട്ടറിമാരായ ഹക്കീം കുന്നിലും അതുപോലെ തന്നെ K നീലകണ്ഠനും അതോടൊപ്പം DCC വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ, ഈ 3 പേരുടെ പേരുകളാണ് ഉയർന്നു വന്നത്. ഇതിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് സംബന്ധിച്ച തർക്കമാണ് തുടരുന്നത്. ഏതായാലും K നീലകണ്ഠനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമാണ് ഏറ്റവും ഒടുവിൽ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റൊരു രസകരമായ കാര്യം തൃക്കരിപ്പൂറാണ്. തൃക്കരിപ്പൂർ നമുക്കറിയാം, കോൺഗ്രസിന് ഇതുവരെ വിജയിക്കാൻ കഴിയാത്ത മണ്ഡലം, അത്രത്തോളം ഇടതിന്റെ ഉരുക്കുകോട്ട എന്ന് പറയുന്ന ഈ സ്ഥലത്ത് DCC പ്രസിഡന്റ് PK ഫൈസൽ മത്സരിക്കണമെന്ന വാശി, അത്തരത്തിലുള്ള ഒരു കാര്യമായി മുന്നോട്ട് പോകുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ചുമതലയുള്ള ജോമോൻ ജോസ് ഇവിടെ മത്സരിക്കാൻ കച്ചേട്ടി ഇറങ്ങിയ സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ അവിടെയും ഒരു തർക്കം വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും കാഞ്ഞങ്ങാട് സീറ്റിൽ ഹരീഷ് P നായരെ പരിഗണിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കാഞ്ഞങ്ങാട് സീറ്റ് കൈമാറിയിരിക്കുന്നു. അവർ സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഷൈജി ഓട്ടുപുള്ള പള്ളിയാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ആ പ്രഖ്യാപനം നടന്നതോടുകൂടി കാഞ്ഞങ്ങാട് അനിശ്ചിതത്വം നീങ്ങി അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. പക്ഷെ കാഞ്ഞങ്ങാടും നമുക്കറിയാം ഇടതു മുന്നണിയുടെ ഉരുക്കുകോട്ടയാണ്. ഇതുവരെ ആ ഉരുക്കുകോട്ട ഭേദിക്കാൻ കോൺഗ്രസിന് സാധിക്കാത്ത സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും വിജയ സാധ്യത വളരെ കഠിന പ്രയത്നം നടത്തേണ്ട ഒരു സീറ്റിനാണ് ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം. ഇതാണ് ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് സീറ്റുകളും പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത്. ഏതായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാം. ഇന്നലെ ഏറ്റവും തർക്കമുണ്ടായിരുന്നു. നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ്. കാസർഗോഡ് സീറ്റുമായി ബന്ധപ്പെട്ട് അവിടെ കല്ലട്ര മായിരാജിയെ തീരുമാനിച്ചിരിക്കുന്നു. അവിടുത്തെ തർക്കം അവസാനിപ്പിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നു. എന്തായാലും ഉദുമ വളരെ പ്രധാനമാണ്. അതോടൊപ്പം തൃക്കരിപ്പൂറും, ഈ 2 മണ്ഡലങ്ങളുടെ പ്രശ്നം ഇന്ന് പരിഹരിക്കുമോ, ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ, അത് തന്നെയാണ് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. രഞ്ജിത്ത്, കാസർഗോട്ടും 2 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ തർക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി BJPയിലും കലഹം. ചെങ്ങന്നൂരിൽ ഉറപ്പിച്ചിരുന്ന സന്ദീപ് വാചസ്പതിയെ ഹരിപ്പാട് സ്ഥാനാർത്ഥിയാക്കിയതിലാണ് ആശയക്കുഴപ്പമുള്ളത്.
ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ അനൌദ്യോഗിക പ്രചരണം സന്ദീപ് ആരംഭിച്ചിരുന്നു. എന്നാൽ ആദ്യ പട്ടികയിൽ BJP കാര്യമായ സാധ്യതയില്ലാത്ത ഹരിപ്പാടാണ് സന്ദീപിനെ പരിഗണിച്ചിരിക്കുന്നത്. കുമ്മനം രാജശേഖരൻ, PS ശ്രീധരൻപിള്ള, MT രമേശ് തുടങ്ങിയ മുതിർന്ന നേതാക്കളും ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. സജിത്ത് ചേരുകയാണ്. സജിത്ത്, നമുക്ക് ലഭിക്കുന്ന വാർത്ത അനുസരിച്ച് സന്ദീപിന്റെ ഈ സീറ്റ് മാറ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മണ്ഡലമാറ്റവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ചില പ്രാദേശിക നേതാക്കളൊക്കെ രാജിവെച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. അസംതൃപ്തിയുണ്ട്. സന്ദീപ് മാസങ്ങളായി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പെട്ടെന്നാണ് ഹരിപ്പാട്ടേക്ക് ഒരു മാറ്റം വന്നത്. സന്ദീപിനും അംഗീകരിക്കാനായിട്ടില്ല, അവിടുത്തെ പാർട്ടി അണികൾക്കും അംഗീകരിക്കാനായിട്ടില്ല. പക്ഷേ BJP എന്നൊരു കേഡർ പാർട്ടി ആയതുകൊണ്ട് പരസ്യമായ അസ്വാരസ്യങ്ങൾ പുറത്തു വരുന്നില്ല എന്ന് മാത്രം. എന്താണ് സംഭവിക്കുന്നത് BJPയിൽ? രഞ്ജിത്ത്, അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. സന്ദീപ് വാചസ്പതി ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ അനൗദ്യോഗികമായ പ്രചരണം ആരംഭിച്ച വ്യക്തിയാണ്. തയ്യാറെടുപ്പുകൾ നടത്തി ആ തരത്തിൽ മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ചെങ്ങന്നൂർ ഇത്തവണ സന്ദീപ് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു തന്നെയാണ് നീക്കം. നേതൃത്വത്തിൽ നിന്നും ആ ഒരു ഉറപ്പുകൾ ഉണ്ട് എന്നതാണ് സന്ദീപ് അടുത്ത വിവരങ്ങൾ അടുത്ത ആളുകളുമായി പങ്കുവച്ചിരുന്നത്. ഈ തരത്തിലാണ് അവിടെ നടന്നിരുന്ന ക്യാമ്പയിൻ. പക്ഷേ ആദ്യ ലിസ്റ്റ് വരുമ്പോൾ സന്ദീപ് അവിടെയല്ല, മറിച്ച് ഹരിപ്പാടാണ് മത്സരിക്കുന്നത്. BJP രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന മണ്ഡലത്തിൽ BJPയെ സംബന്ധിച്ച് അത്ര വലിയ സാധ്യത പറയാൻ കഴിയാത്തൊരു മണ്ഡലത്തിലേക്ക് സന്ദീപിന് മാറേണ്ടി വരുന്നു എന്നതാണ് സാഹചര്യം. ഇവിടെ സംഭവിച്ചത് എന്താ എന്ന ചോദ്യമാണ്. പകരം ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തിക്ക് അത്ര വലിയ സ്വാധീനമില്ലാത്ത വ്യക്തിയാണ് എന്ന ആക്ഷേപം കൂടിയുണ്ട്. പ്രാദേശികമായ പ്രവർത്തകർക്ക് വളരെ വലിയ തരത്തിലുള്ള എതിർപ്പുകളുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്തിന് സന്ദീപിനെ ചെങ്ങന്നൂരിൽ നിന്ന് മാറ്റി എന്ന ചോദ്യമാണ്. ചെങ്ങന്നൂരിൽ BJP കേരളത്തിൽ തന്നെ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ്, BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ്. അപ്പോൾ വലിയ വോട്ട് ശതമാനമുള്ള ചെങ്ങന്നൂരിൽ ഒരു ബിഗ് ഫൈറ്റ് നടത്താൻ കഴിയാമായിരുന്ന ഇടത്ത് നിന്നും എന്തിന് സന്ദീപിനെ മാറ്റി എന്ന ചോദ്യം ഉയരുകയാണ്. മറ്റൊരു കാര്യം, ആദ്യ പട്ടികയിൽ ചില പ്രധാന നേതാക്കൾ ഉൾപ്പെട്ടിട്ടില്ല. MT രമേശ് ഉൾപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ തവണ കോഴിക്കോട് മേഖലയിൽ മത്സരിച്ച് സാന്നിധ്യം അറിയിച്ചിരുന്ന MT രമേശ് ഇത്തവണത്തെ ആദ്യ പട്ടികയിലില്ല. കുമ്മനം രാജശേഖരനില്ല. ഗവർണർ സ്ഥാനം ഒഴിഞ്ഞെത്തിയിരിക്കുന്ന PS ശ്രീധരൻപിള്ളയ്ക്കും ആദ്യ പട്ടികയിൽ ഇടം കിട്ടിയിട്ടില്ല. ഇനി അവരെ പരിഗണിക്കുകയാണെങ്കിൽ തന്നെ അത് ഏത് മണ്ഡലത്തിൽ എന്ന ചോദ്യമാണ് രണ്ടാം പട്ടികയിൽ വരിക. നിലവിൽ 47ഓളം പേരുടെ പേരുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയും പേരുകൾ പ്രഖ്യാപിക്കാനുണ്ട്. അപ്പോൾ ആശയക്കുഴപ്പം BJP ക്യാമ്പിലുമുണ്ട്, BJPയുടെ പട്ടികയിലുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷേ ഈ മുതിർന്ന നേതാക്കളെ ഇത്തവണ പരിഗണിക്കാൻ സാധ്യതയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ അവർക്ക് ഈ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ അവരെ പരിഗണിച്ചിനെ എന്നതാണ് BJP കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്ന സൂചന. തീർച്ചയായും അതാണ് വിവരം. ഏതായാലും BJPയിലും ആശയക്കുഴപ്പമുണ്ട്, പട്ടികയെ ചൊല്ലി അസ്വാരസ്യങ്ങളുണ്ട്. ഇതൊക്കെ പരിഹരിച്ച് പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക. സന്ദീപ് വാചസ്പതി കഴിഞ്ഞ ദിവസം ഹരിപ്പാട് റോഡ് ഷോ അടക്കം നടത്തിയിരുന്നു. BJP പോലൊരു പാർട്ടിയിൽ ഈ തർക്കങ്ങൾ ഏത് പരിധിവരെ പോകും എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ ചൊല്ലിയും ആശയക്കുഴപ്പം തുടരുന്ന പശ്ചാത്തലമുണ്ട്. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആന്റണി രാജുവിന്റെ അയോഗ്യത ഹൈക്കോടതി ശരിവെച്ചതോടെയാണ് സീറ്റ് ഏറ്റെടുക്കാൻ CPM പ്രശ്നം വഷളായത്. സീറ്റ് ഏറ്റെടുക്കാൻ CPM ശ്രമിക്കുന്നുണ്ടെങ്കിലും ആന്റണി രാജുവിൽ നിന്ന് അനുകൂല മറുപടി ഇതുവരെ കിട്ടാത്തത് ഒരു പ്രശ്നമായിട്ടുണ്ട്. ഇത്തവണത്തേക്ക് മാത്രമായെങ്കിലും സീറ്റ് ഏറ്റെടുക്കണമെന്നാണ് പ്രാദേശിക നേതൃത്വം CPM സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സീറ്റ് ലഭിച്ചാൽ ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് CPMന്റെ ആലോചന എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ കോവളം സീറ്റ് CPM ഏറ്റെടുത്ത് അവിടെയും ഇടതുമുന്നണി സ്വതന്ത്രനെ മത്സരിപ്പിച്ചേക്കും. RJDയിൽ നിന്ന് ISJDയിലേക്ക് വന്ന ഭഗത് റൂസ് ഇവിടെ ഇടത് സ്വതന്ത്രനായി മത്സരിക്കാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് വാർത്തകൾക്ക് ഒരിടവേള. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു. മലബാർ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികളായ അഭിനവ്, നന്ദകിഷോർ എന്നിവരാണ് മരിച്ചത്. ഇലക്ട്രിക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് ഓടയിലേക്ക് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. പുലർച്ചെ 1:30 അപകടം. 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചതായി പോലീസ് അറിയിച്ചു. നമുക്കിനി നമ്മുടെ സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകണം. പൗടിക്കോണം സ്വദേശിയായ പ്രജിൻ്റെ പിറന്നാളായിരുന്നു ഇന്നലെ. പ്രജിന് ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ന്യൂസ് 18 ഭാഗത്തുനിന്നുണ്ട്. അപ്പം പ്രജിന് ആശംസ അറിയിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പിതാവ് അച്ഛൻ പ്രവീണും അമ്മ സുമിയുമാണ്. ന്യൂസ്
ന്യൂസ് 18 ക്യാമറാമാൻ കൂടിയായ പ്രശാന്ത് മംഗലശ്ശേരിയുടെ ഭാര്യ ശ്രീദേവിയുടെ പിറന്നാളാണ്. ശ്രീദേവിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ന്യൂസ് 18ന്റെയും പിറന്നാൾ ആശംസകൾ ശ്രീദേവിക്ക്. ചിറൻകീഴ് സ്വദേശികളായ അരവിന്ദിന്റെയും പ്രിൻസിയുടെയും 9ാം വിവാഹ വാർഷികമാണ് ഇന്ന്. ആശംസ അറിയിക്കുന്നത് മകൾ നക്ഷത്ര അരവിന്ദ്. ഏതായാലും രാവിലെ പൂർത്തിയാക്കാൻ സമയമായി. എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.